സഹാബേ, ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ഒന്ന് ചോദിച്ചോട്ടെ? ചോദിക്കണം. അല്ല, നമ്മുടെ കരുവന്നൂർ വിഷയമാകെ കുളമായി കിടക്കുകയാണല്ലോ. എന്താണ്? എന്തു കുളം? ഇത് ED CBI ഉദ്യോഗസ്ഥരുടെ എല്ലാം കളികളല്ലേ? എന്ന് വെച്ചാൽ കേന്ദ്രത്തിൻ്റെ കളികൾ. അല്ല, ഈ കരുവന്നൂർ ബാങ്ക് തകരുന്നതിന് മുമ്പ് കോട്ടയം ജില്ലയിൽ ഒരു ബാങ്കിനെ കുറിച്ചൊരു ശ്രുതി കേൾക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ശകലമുണ്ട്. ഹാസ്യമാണ്, ഒന്ന് കാണണം. അപ്പൊ ഈ ED കയറി കരുവന്നൂർ ബാങ്കിലും മറ്റു പല സഹകരണ ബാങ്കുകളിലും CPM-ന്റെ നേതാക്കന്മാരുടെയും പ്രവർത്തകരുടെയും ഒക്കെ വീടുകളിൽ കയറി പരിശോധന നടത്തുമ്പോൾ നമ്മുടെ ഇവിടുത്തെ CPM-ന്റെ നേതാക്കന്മാരൊക്കെ എന്നതാ പറയുന്നത്, ഇത് സഹകരണ മേഖലയെ തകർക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാരിന്റെ ഗൂഢപദ്ധതിയാണ്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, BJP-യുടെ ഒരു ഗവൺമെന്റ് രാജ്യത്ത് ആദ്യം അധികാരത്തിൽ വരുന്നത് വാജ്പേയിയുടെ ഗവൺമെന്റാണ്. തർക്കമൊന്നുമില്ലല്ലോ അക്കാര്യത്തിൽ ആർക്കും. വാജ്പേയിയുടെ ഗവൺമെന്റ് അധികാരത്തിൽ വരാൻ പോകുന്നു എന്ന വാർത്തകൾ വന്നു കഴിഞ്ഞപ്പോൾ ഹൃദയം പൊട്ടി മരിച്ചതാണ് നമ്മുടെ സാക്ഷാൽ EM ശങ്കരൻ നമ്പൂതിരിപ്പാട്. അതിനും ആർക്കും തർക്കമൊന്നുമില്ലല്ലോ. പക്ഷേ കേരളത്തിൽ ആദ്യമായിട്ടൊരു സഹകരണ ബാങ്ക് തകർന്നത് BJP അധികാരത്തിൽ വന്നപ്പോഴല്ല. അതായത് നമ്മുടെ കോട്ടയം ജില്ലയില് ഇളംകുളം എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഇളംകുളം സർവീസ് സഹകരണ ബാങ്കാണ് ആദ്യം അഴിമതിയിൽ മുങ്ങി നിക്ഷേപകരുടെ പണം കൊടുക്കാൻ കാശില്ലാതെ പണി മേടിച്ചു കിട്ടിയത്. അന്ന് കേന്ദ്ര ഗവൺമെന്റ് ഒന്നും ചെയ്തില്ലല്ലോ. കേന്ദ്ര ഗവൺമെന്റ് പരിശോധിച്ചിട്ടാണോ ആ ബാങ്ക് കടത്തിലാണെന്ന് അറിഞ്ഞത്? അപ്പം കേന്ദ്ര ഗവൺമെന്റ് വന്നതൊന്നും ഈ പറയുന്ന സഹകരണ ബാങ്കുകളെ ഒന്നും പൂട്ടിക്കെട്ടാൻ വേണ്ടിയിട്ടൊന്നും അല്ല. ഇപ്പൊ വർഷങ്ങളായിട്ട് സഹകരണ ബാങ്കുകളിൽ കിടക്കുന്ന പണം കൊള്ളയടിച്ചു കൊണ്ടുപോയി ബാങ്കിന്റെ ഭരണാധികാരികളും ജീവനക്കാരും ഒക്കെ കൂടി കൊള്ളയടിച്ച് ഇപ്പൊ എല്ലാം കൂടെ തിരിച്ചു കൊടുത്ത്, അല്ലെങ്കിൽ ഉള്ളിലോട്ട് ഗോതമ്പുണ്ട പിന്നെ അകത്തോട്ട് പോകും എന്നൊരവസ്ഥ വന്നപ്പം ഇപ്പൊ കേന്ദ്ര സർക്കാരിന് കിടക്കപ്പുറതിയില്ല. അപ്പൊ ഈ കേന്ദ്ര സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ഇളംകുളം സർവീസ് സഹകരണ ബാങ്ക് പൂട്ടിപ്പോയത് എങ്ങനെയാണെന്ന് ഇവിടുത്തെ സഹകരണ വകുപ്പ് മന്ത്രിക്കൊന്ന് പറയാമോ? ഒടുവിൽ ജില്ലാ സഹകരണ ബാങ്കിൽ നിന്ന് കോൺഗ്രസുകാർ ഭരിച്ചുകൊണ്ടിരിക്കുമ്പം അവർ ഇളംകുളം സഹകരണ ബാങ്കിന് വായ്പ കൊടുത്തിട്ട് ആ വായ്പ പണം കൊണ്ടാണ് നിക്ഷേപകരുടെ പണം തിരിച്ചു കൊടുത്തത്. അന്ന് ഏത് കേന്ദ്ര സർക്കാരാണ് ഉണ്ടായിരുന്നത് ഇവിടെ? അന്ന് BJP-യുടെ ഗവൺമെന്റ് ഇല്ലല്ലോ. ഞാൻ BJP-കാരനുമല്ല, കമ്മ്യൂണിസ്റ്റുകാരനുമല്ല, മാർക്സിസ്റ്റുകാരനുമല്ല. ഒരു വേള ഞാൻ ഇടതുപക്ഷ മുന്നണിയിൽക്കകത്ത് ഉണ്ടായിരുന്നു. CPI-യുടെ കോട്ടയത്തെ ഒരു ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്നു. പക്ഷെ ഇതൊക്കെ പൂർവ്വ തട്ടിപ്പാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോ ഞാൻ രാജിവെച്ച് പിന്മാറിപ്പോന്നതാ. എനിക്ക് ഒറ്റ ചോദ്യം ഇത്രേ ഉള്ളൂ. നിങ്ങളിപ്പോ കേന്ദ്ര ഗവൺമെന്റിനെ പഴിക്കുന്ന നിങ്ങള് സഹകരണ വകുപ്പ് മന്ത്രി VN വാസവൻ ഇതിന് മറുപടി പറയണം. ഇളംകുളം സർവീസ് സഹകരണ ബാങ്ക് പൂട്ടിപ്പോയത് എങ്ങനെ? അവിടുത്തെ നിക്ഷേപകരുടെ പണം കബളിപ്പിക്കപ്പെട്ടത് എങ്ങനെ? അന്ന് കേന്ദ്ര ഗവൺമെന്റ് വന്നോ നിങ്ങളുടെ ബാങ്ക് പൂട്ടാനായിട്ടില്ലല്ലോ. അപ്പോൾ ഈ ആടിനെ പട്ടിയാക്കുന്ന വർത്താനമൊക്കെ അങ്ങ് നിർത്തിയിട്ട് പാവപ്പെട്ട ജനങ്ങൾ വേലയെടുത്തുണ്ടാക്കിയ പണം കൊണ്ട് നമ്മുടെ സ്വന്തം പാർട്ടിയുടെ നേതാക്കന്മാർ നയിക്കുന്ന ബാങ്കല്ലേ എന്ന് ഓർത്തുകൊണ്ട് നിക്ഷേപമിട്ട് ആ നിക്ഷേപകരെ മുഴുവൻ കുഴപ്പത്തിലാക്കി ആത്മഹത്യയുടെ വക്കിലെത്തിച്ച് നിർത്തിയിരിക്കുന്ന കേരളത്തിന്റെ സർക്കാർ ഈ പണം മുഴുവൻ തിരിച്ചു കൊടുത്ത് ഈ പാവങ്ങളെ സംരക്ഷിക്കണം. ഇല്ലെങ്കിൽ സഹകരണ വകുപ്പ് മന്ത്രിയുടെയും സഹകരണ വകുപ്പ് ഭരിക്കുന്ന മുഴുവൻ ഉദ്യോഗസ്ഥന്മാരുടെയും സ്ഥാപന ജംഗമ സ്വത്തുക്കൾ കണ്ടുകെട്ടണം. ഇവനാരാണ് ഈ പ്രോഗ്രാം ചെയ്തവൻ? അവൻ്റെ പേര് പത്മകുമാർ എന്നാണ്. ഈ രാഷ്ട്രീയക്കാരുടെ അഴിമതിയൊക്കെ കണ്ടിട്ട് മനം മടുത്ത് രാഷ്ട്രീയം വിട്ടു. ഇപ്പോൾ ജോലിയുമായും പിന്നെ ചില സിനിമാ പ്രവർത്തനവും നാടക പ്രവർത്തനവും ഒക്കെ കഴിയുകയാണ്. ഓൻ്റെ അഡ്രസ്സും ഡീറ്റെയിൽസും തരൂ. അയ്യോ സഖാവേ, ഒന്നും ചെയ്യരുത്, ആള് പാവമാണ്, അവനെ തപ്പിയെടുത്തോളാം. ആട്ടെ, നിങ്ങൾക്കെന്താ ചോദിക്കാനുള്ളത്? അല്ലപ്പോൾ ഈ മൊയ്തീനെയും കണ്ണനെയും അരവിന്ദാക്ഷനെയും ഒക്കെ ഇങ്ങനെ പീഡിപ്പിക്കുന്നത് കേന്ദ്രം ഇടപെട്ടിട്ടാണ്. സംശയമെന്താ? എങ്ങനെയും ഞങ്ങളുടെ പാർട്ടിയെ നശിപ്പിക്കുക, എൻ്റെ മുഖത്ത് കരിവാരി തേക്കുക, അതാണ് അവരുടെ ലക്ഷ്യം. ശരി, അവരെങ്ങനെയാണ് സഹാബയെ അങ്ങേ കരിവാരി തേക്കുന്നത്? അല്ലെങ്കിൽ എങ്ങനെയാണ് കേന്ദ്ര ഇതിൽ ഇടപെടുന്നത്? അവർ പറഞ്ഞെഴുതിക്കുകയല്ലേ. പിണറായി വിജയൻ്റെ പേരെഴുതൂ, അല്ലെങ്കിൽ മന്ത്രിമാരുടെ പേരെഴുതൂ, CPM നേതാക്കളുടെ പേരെഴുതൂ. ഇത് കേന്ദ്രത്തിൽ നിന്നും അവരോട് പറയുന്നു, അതനുസരിച്ച് അവർ ചെയ്യുന്നു. ഭരിക്കുന്ന നേതാക്കൾക്ക് ഇതുപോലുള്ള ഏജൻസികളിൽ സ്വാധീനം ചെലുത്താൻ കഴിയുമെന്നാണോ അതിനർത്ഥം? സംശയമെന്ത്?
അപ്പോൾ സഹാബി ഇവിടെ മാത്യു കുഴൽനാടിനെതിരെ വിജിലൻസും പോലീസും എല്ലാം കൂടെ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്ന എന്തർത്ഥമാണ്? അത് മാത്യു കുഴൽനാടൻ കൃത്രിമ രേഖകളുണ്ടാക്കി ഭൂമി വെട്ടിച്ചെടുത്തു. ഒരുപാട് അഴിമതി കഥകളുണ്ട്. അതിൽ ഈ ഭരണാധികാരികളുടെ ഇടപെടലൊന്നുമില്ലേ? താങ്കൾ എന്താ ഉദ്ദേശിക്കുന്നത്? അല്ല, അങ്ങയുടെ പോലീസിനോട് പറഞ്ഞ് കേസെടുപ്പിക്കുന്നതാണെന്ന് വരുത്തിക്കൂടെ? താങ്കൾ കേന്ദ്ര നേതൃത്വത്തെക്കുറിച്ച് പറയുമ്പോൾ താങ്കളെക്കുറിച്ച് അങ്ങനെയൊന്ന് സംശയിച്ചുകൂടെ? എല്ലാം രാഷ്ട്രീയ പ്രേരിതമെന്ന് പറയുമ്പോൾ ഇതും രാഷ്ട്രീയ പ്രേരിതമല്ലേ? നിങ്ങൾ അതിര് കടക്കുന്നു. എന്തും പറയാമെന്നാണ്. മിസ്റ്റർ, നിങ്ങൾക്ക് ഞങ്ങളുടെ അറിയില്ല. കേരളത്തിലെ ജനങ്ങൾക്കറിയാൻ ഞങ്ങൾ. ശരിയാണ് സഹാബി, കേരളത്തിലെ ജനങ്ങൾ ശരിക്കും മനസ്സിലാക്കിയിരിക്കുന്നു. അങ്ങേ ശരിക്കും മനസ്സിലാക്കിയിരിക്കുന്നു. യാതൊരു ഇരട്ടത്താപ്പുമില്ലാത്ത നേതാക്കന്മാരും പാർട്ടിയുമാണ് CPM എന്ന് കേരളത്തിലെ ജനങ്ങൾ ശരിക്കും മനസ്സിലാക്കിയിരിക്കുന്നു. നിങ്ങളെന്താ പരിഹസിച്ചതാണ്? അല്ല സഹാബി, സത്യസന്ധമായി പറഞ്ഞതാണ്. സഹാബി, അങ്ങ് ഈ അധികാരത്തിലേറിയിട്ട് സ്വപ്ന സുരേഷിൻ്റെ മുതൽ സ്വർണ്ണക്കടത്ത് മുതൽ ബിരിയാണി ചെമ്പ് മുതൽ ഖുറാൻ കടത്ത് മുതൽ ഈന്തപ്പഴ കച്ചവടം മുതൽ അങ്ങനെ എന്തെല്ലാം അഴിമതി കഥകൾ വന്നു. അറബി രാജാവിനെ ഇവിടെ കൊണ്ടുവന്ന് അങ്ങയുടെ ഭാര്യ സ്വർണം കൊടുക്കാൻ ശ്രമിച്ചു, കൈക്കൂലി കൊടുക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്ന കഥകൾ ഇതൊക്കെ വന്നു. എന്നിട്ടും താങ്കൾ അതിനെതിരെ പ്രതികരിക്കുന്നില്ല, ഒരു കുലുക്കവുമില്ല. നമുക്ക് ആ സ്വപ്നപ്പെണ്ണിൻ്റെ പേരിൽ ഒരു നഷ്ടപരിഹാര കേസും കൂടി ആരെങ്കിലും വിവരമുള്ളവർ അതിനെതിരെ പ്രതികരിക്കും. ഏതെങ്കിലും ഒരു പീറപ്പെണ്ണ് വന്ന് പറഞ്ഞാൽ ഞങ്ങളെന്തിനു പ്രതികരിക്കണം? അല്ല സഹാബി, നിങ്ങൾ പ്രതിപക്ഷത്തിരുന്നപ്പോൾ ഒരു പീറപ്പെണ്ണ് എന്തൊക്കെയോ കഥ പറഞ്ഞപ്പോൾ അതും പൊക്കിപ്പിടിച്ചുകൊണ്ട് പോയില്ലേ? അല്ല, അന്ന് ഞങ്ങൾ പ്രതിപക്ഷത്തായിരുന്നു, ഇന്ന് ഞങ്ങൾ ഭരണപക്ഷത്താണ്. അതെന്താ താങ്കൾ മനസ്സിലാക്കാത്തത്? അല്ല, അങ്ങിപ്പോൾ ജനസദസ് നടത്താൻ പോകുമെന്ന് പറയുന്നു. അതിനെക്കുറിച്ച് എന്താ? ശരിയാണ്, ജനങ്ങളുമായിട്ട് ഇടപെടണം, ജനങ്ങളുടെ അടുത്തേക്ക് ഇറങ്ങിച്ചെല്ലണം. അല്ല, അങ്ങനെ സഹാബി ജനങ്ങളുടെ അടുത്തേക്ക് ഇറങ്ങിച്ചെല്ലണമെങ്കിൽ ഈ 40 വണ്ടികളും 400 പോലീസിനെയും പരിവാരത്തിൽ അങ്ങ് നടക്കേണ്ട കാര്യമുണ്ടായിരുന്നു. നിങ്ങൾ അതിര് കടക്കുന്നു. ചോദ്യങ്ങൾ അതിര് കടന്നു പോകുന്നു. ഞങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തണം. അല്ല സഹാബി, അങ്ങനെ വികസന പ്രവർത്തനങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജനങ്ങളുടെ അടുത്ത് എത്തില്ലേ? അത് നിങ്ങൾ പോയി പറയണം. വേണ്ട, ഞങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി ചോദ്യങ്ങൾ ചോദിക്കേണ്ട. ഞങ്ങൾ ജനങ്ങളുമായി സംവദിക്കാൻ പോകുന്നു. അവിടെ ചെന്ന് പൗരപ്രമുഖരുമായി പ്രഭാത ഭക്ഷണവും അത്താഴവും ഒക്കെ പങ്കിട്ട് ഞങ്ങൾ ജനസദസ് നടത്തും. പണ്ട് ഉമ്മൻചാണ്ടി ജനസമ്പർക്കം നടത്തിയപ്പോൾ നിങ്ങൾ ഒരുപാട് പരിഹസിച്ചല്ലോ. അത് ഉമ്മൻചാണ്ടിയല്ലേ നടത്തിയത്? ഇത് ഞാനല്ലേ നടത്താൻ പോകുന്നത്? അപ്പോൾ ഇതിൻ്റെ അർത്ഥങ്ങൾ മാറുമല്ലേ? തീർച്ചയായും മാറണമല്ലോ. നിങ്ങളൊരു തൊഴിലാളി വർഗ പാർട്ടിയാണെന്ന് പറയുന്നുണ്ടല്ലോ. ഈ തൊഴിലാളി വർഗം ഇന്ന് എവിടെയാണ്? ഇന്നെല്ലാം മുതലാളി വർഗമായി മാറിയിരിക്കുന്നല്ലോ. അരവിന്ദാക്ഷൻ ഓട്ടോ ഡ്രൈവറായിരുന്ന അരവിന്ദാക്ഷന് 50 ലക്ഷത്തിൻ്റെ ഫിക്സഡ് ഡെപ്പോസിറ്റ്, അയാളുടെ അമ്മയുടെ പേരിൽ 63 ലക്ഷത്തിൻ്റെ ഫിക്സഡ് ഡെപ്പോസിറ്റ്. ഇങ്ങനെ സാധാരണക്കാർ പാർട്ടി പ്രവർത്തകരെല്ലാം സമ്പന്നരായി മാറിയല്ലോ സഹാബി. അങ്ങയെക്കുറിച്ചും ഇങ്ങനെ കിംവദന്തികൾ കേൾക്കുന്നുണ്ട്. ഈ തൊഴിലാളി വർഗം ഇവിടെ ഉണ്ടാവണമെങ്കിൽ മുതലാളി വർഗം ഉണ്ടാവണം. മുതലാളിയില്ലാതെ ഏതെങ്കിലും ഒരു തൊഴിലാളി ഉണ്ടായതായി അറിവുണ്ടോ? വിവരം കെട്ട ചോദ്യങ്ങൾ ചോദിക്കരുത്. നിങ്ങളുടെ മനോനിലയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഓരോ മനോനില അനുസരിച്ചാണ് ചോദ്യങ്ങൾ വരുന്നത്. അല്ല, ഞാനിതൊക്കെ ഒരു പത്രപ്രവർത്തകൻ്റെ ചോദ്യമായിട്ടില്ല, ഒരു സാധാരണ വോട്ടറുടെ സംശയമായിട്ട്, കേരളത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ്റെ സംശയമായിട്ടാണ് ചോദിക്കുന്നത്. ചോദിച്ചോളൂ, സംശയങ്ങൾ തീർത്തു തരാം. അങ്ങയുടെ ആരോഗ്യമന്ത്രി ഉണ്ടല്ലോ, അങ്ങയെ ക്യാപ്റ്റൻ എന്ന് വിളിച്ച് ഒരു കപ്പലോടിക്കുന്ന കപ്പിത്താൻ എന്നൊക്കെ പറഞ്ഞ ആ ആരാധിക, അവരുടെ ഓഫീസിനെ കുറിച്ച് ചില പരാതികളൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. പച്ചക്കള്ളം, ശുദ്ധ അസംബന്ധം. അവരുടെ പ്രൈവറ്റ് സെക്രട്ടറി അങ്ങനെ പണം മേടിച്ചിട്ടില്ല. അവരുടെ പേരിൽ ആരെങ്കിലുമൊക്കെ പണം മേടിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? അല്ല, പരാതിക്കാരനൊരു പരാതി തന്നിട്ട് പോലീസ് കേസെടുത്തില്ല. അവരുടെ PS ഒരു പരാതി എഴുതി കൊടുത്തപ്പോൾ പോലീസ് കേസെടുത്തു എന്ന് പറയുന്നു. അതൊക്കെ പോലീസിനെ അങ്ങനെ ആരെങ്കിലും നയിച്ചതാണോ? പോലീസിനെ നയിക്കുന്നത് ഞാനാണല്ലോ. അല്ല, അങ്ങ് പറഞ്ഞിട്ടാണോ അങ്ങനെ? ഞാൻ പോലീസിനെ ഒന്നും നിർബന്ധിച്ച് ചെയ്യാറില്ല. അവരെന്നോട് ചോദിക്കും, ഞാൻ പറയും, അവർ കേസെടുക്കും. അപ്പോൾ എല്ലാം അങ്ങയുടെ ആജ്ഞ അനുസരിച്ചാണ്. അതൊക്കെ മനസ്സിലാക്കേണ്ടവർക്ക് മനസ്സിലായിക്കോളും. നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കണമെന്നില്ല. ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. അതിനുവേണ്ടിയാണല്ലോ ഞങ്ങൾ ഈ ജനസദസ് നടത്തുന്നത്. അപ്പോൾ സർക്കാർ ചെലവിൽ കംപ്ലീറ്റ് പരസ്യപ്രചാരണമല്ലേ? ഇതും അസംബന്ധമാണ്. സർക്കാർ ചെലവിലല്ലാതെ ഞങ്ങൾ ജനങ്ങളുടെ അടുത്തേക്ക് എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ എത്തിക്കുക? ഏത് കാര്യം? വികസനം. അല്ല, എന്ത് വികസനമാണ് സഹാബി അങ്ങ് പറയാൻ പോകുന്നത്? അത് ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞോളാം. അല്ല, ജനങ്ങൾ പറയുന്നത് അങ്ങയുടെയും കൂടെയുള്ള സഹാക്കളുടെയും പോക്കറ്റ് വികസിച്ച കാര്യം മാത്രമാണല്ലോ. അതുകൊണ്ട് ചോദിച്ചു പോയതാണ്.
നിങ്ങൾ വീണ്ടും അതിര് കിടക്കുകയാണ്. എന്തും പറയാമെന്നാണോ? അത് ഞങ്ങളുടെ പാർട്ടിയുടെ അടുത്ത് നടക്കില്ല. അല്ല, സത്യസന്ധത കൊണ്ട് ചോദിച്ചു പോവുകയാണ്. അങ്ങ് ഒരു തവണ കൂടി മുഖ്യമന്ത്രിയാകും എന്നങ്ങ് വിചാരിക്കുന്നുണ്ട്. എന്താണ് അങ്ങനെ ഒരു ചോദ്യം? എന്താണ് അങ്ങനെ ഒരു സംശയം? അല്ല, ജനങ്ങളാകെ അസ്വസ്ഥരാണ്. ഇനി ഒരിക്കൽ കൂടി അധികാരത്തിലേറിയാൽ ഈ പാർട്ടി ഇല്ലാതാവുമെന്നാണ് പാർട്ടിക്കാർ വരെ പറയുന്നത്. ഏത് കുലദ്രോഹികളാണ് അങ്ങനെ പറഞ്ഞത്? ആ നികഷ്ടജീവികളെ എൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരൂ. ക്ഷമിക്കണം സഹാബി, അവരൊന്നും അങ്ങയുടെ മുമ്പിൽ വന്ന് പറയാൻ യോഗ്യരല്ല, പ്രാപ്തരല്ല. ഭയം അവരെ വേട്ടയാടുകയാണ്. എങ്ങനെ ചിരിക്കാതിരിക്കും? എന്തിനാണ് നിങ്ങൾ എന്നെ ഭയപ്പെടുന്നത്? ഞാനൊരു ജനകീയനല്ലേ? അതേ സഹാബി, സഹാബം തമാശ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു അല്ലേ? തമാശയല്ല, സീരിയസ് ആയി പറഞ്ഞതാണ്. കുറച്ച് കോൺഗ്രസ്സുകാരോ കുറച്ച് BJPക്കാരോ എന്തെങ്കിലും പറഞ്ഞു എന്ന് കരുതി ഞാൻ ഭയപ്പെടുന്നവനല്ല. അല്ല സഹാബി, ഈ BJPയുമായിട്ട് എന്തോ ഒരു അന്തർധാര നിങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞു കേൾക്കുന്നുള്ളൂ. ഏത് പരമനാറിയാണ് ആ കാര്യം പറഞ്ഞത്? ഈ ലാവ്ലിൻ കേസ് 35ാം തവണയും മാറ്റിവെക്കുന്നു. അവിടെ നീടി വന്നിവിടെ കള്ളക്കടത്ത് കേസ് പരിശോധിച്ചു. ഒന്നും നിങ്ങൾക്കെതിരെ എടുക്കുന്നില്ല, ആക്ഷൻ എടുക്കുന്നില്ല. അങ്ങയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ആക്ഷനും എടുക്കുന്നില്ല. എന്തായിരിക്കും അതിൻ്റെ കാര്യം? അത് ഞങ്ങളുടെ മേൽ കുറ്റമൊന്നുമില്ലാത്തതുകൊണ്ട് അല്ല. ലാവ്ലിൻ കേസ് ഇങ്ങനെ മാറ്റി മാറ്റി വെക്കുന്നത്, അത് ജഡ്ജിന് സമയമുണ്ടാവില്ല, അല്ലെ വക്കീലന്മാർക്ക് സമയമുണ്ടാവില്ല. ഇതൊക്കെ നിങ്ങൾ എൻ്റെ തലയിൽ ചാരുന്നത് എന്തിനാണ്? അല്ല, അങ്ങും കേന്ദ്രവുമായി, അതായത് BJPയുമായി ഒരു അന്തർധാര എവിടെയോ നിലനിൽക്കുന്നു, ഏതോ അദൃശ്യകരങ്ങൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നു എന്നൊക്കെ ചില മാധ്യമങ്ങൾ പറയുന്നത് കേട്ടു. ഏതാണ് ആ മാധ്യമങ്ങൾ? അങ്ങനെ പല കുലദ്രോഹികളും പാർട്ടി മുടിപ്പിക്കാൻ വേണ്ടി, പാർട്ടിയെ നശിപ്പിക്കാൻ വേണ്ടി പല കാര്യങ്ങളും പറയുന്നുണ്ടാവും. അതൊന്നും പാർട്ടി പ്രവർത്തകർ ചെവിക്കൊള്ളില്ല. നിങ്ങൾക്ക് കാണാൻ പാടില്ലേ അന്തിച്ചർച്ചകളിൽ വന്ന് ഞങ്ങളുടെ കുട്ടികൾ വന്ന് നിരന്തരമായി പോരാടുന്നത്? അതേ കാണുന്നുണ്ട് സഹാബി. അവരൊക്കെ വന്ന് തേഞ്ഞൊട്ടി പോകുന്നത് കാണുന്നുണ്ട്. ഇപ്പോൾ ഒരു പുതിയ തന്ത്രം അവർ ഇറക്കുന്നുണ്ട് സഹാബി. എന്താണ് ആ തന്ത്രം? 5 മിനിറ്റ് കഴിയുമ്പോൾ ഞങ്ങൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നില്ല, ഇത് പക്ഷാപാതപരമാണ്, ആങ്കർ നീതി പാലിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ബഹളമുണ്ടാക്കി മൈക്കും വലിച്ചിരുന്ന് ഇറങ്ങിപ്പോവുക. ഇത് ശരിയാണോ സഹാബി? മറുപടി പറയാനില്ലെങ്കിൽ അവരെന്താണ് ചെയ്യുക? ഭരിക്കുന്ന പാർട്ടികളോട് എല്ലാ കാലവും ചില വിയോജിപ്പുകളൊക്കെ ഉണ്ടാവും. ആർക്ക്? പ്രതിപക്ഷത്തിന്. സഹാബി, പ്രതിപക്ഷമല്ലല്ലോ ഇത്, ഭരണപക്ഷത്തിന് വോട്ട് ചെയ്ത് നിങ്ങളെ അധികാരത്തിലേറ്റിയവർ വരെ ഇന്ന് നിങ്ങളെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങളെപ്പോലുള്ള പിന്തിരിപ്പൻ ശക്തികൾ പറയുന്ന ഒരു കാര്യമാണ്. അല്ല സഹാബി, ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി നടക്കുന്ന ഞാൻ കാണുന്നതാണ്. പിന്നെ സഹാബി, എനിക്ക് ഒരു കാര്യം കൂടി, ആ BJP വിട്ട് നമ്മുടെ ഭീമൻ രഘു താങ്കളുടെ പാർട്ടിയിലേക്ക് വന്നല്ലോ, അദ്ദേഹത്തിന് ഉചിതമായ ഒരു സ്ഥാനം കൊടുക്കുമോ? തീർച്ചയായും ഭീമൻ രഘുവിന് ഉചിതമായ ഒരു പോസ്റ്റ് കൊടുക്കുവാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. എന്താണാവുക ആ പോസ്റ്റ്? AKG സെൻറ്ററിൽ ഒരു സെക്യൂരിറ്റി ഗാർഡിൻ്റെ ഒഴിവുണ്ട്. ഭീമൻ രഘുവിന് അത് കൊടുക്കാൻ ഞാൻ ഗോവിന്ദനോട് ശുപാർശ ചെയ്യുന്നുണ്ട്. അല്ല സഹാബേ, ഇത് കേട്ടാൽ ഭീമൻ രഘു തകർന്നു പോവും. എന്തിനാണ് തകരുന്നത്? ആ അവാർഡ് ദാന ചടങ്ങിൽ അവൻ്റെ ആ നിൽപ്പ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, വളരെ റെസ്പെക്റ്റുള്ള ഒരു സെക്യൂരിറ്റി ഗാർഡായിട്ട് അവൻ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കും. അതുകൊണ്ട് അവനെ അങ്ങനെ ഒരു പോസ്റ്റ് കൊടുത്ത് ഞങ്ങൾ പാർട്ടിയുടെ സജീവ അംഗത്വം കൊടുക്കും. എന്തായാലും സഹാവേ, ഇത്ര നേരം സംസാരിച്ചതിന് വളരെ നന്ദിയുണ്ട്. അങ്ങയുടെ വിലയേറിയ വാക്കുകൾ, വിലയേറിയ സമയം എനിക്ക് വേണ്ടി ചെലവഴിച്ചതിന് നന്ദി. മണ്ണാങ്കട്ടയൊന്നും വേണ്ടിടൂ. അടുത്ത ഇലക്ഷന് വോട്ട് ചെയ്യുക. നിങ്ങൾ പരമാവധി ശ്രമിച്ച് ഞങ്ങളെ വിജയിപ്പിക്കുക. മലയാളികൾ ഈ നാട് വിട്ടു പോകുന്നു എന്നല്ലേ പറയുന്നത്? ബാക്കിയുള്ളവരും കൂടെ വോട്ടിടൂ. അങ്ങനെ ഞങ്ങളിവിടെ ഒന്ന് വിരാജിക്കട്ടെ. നന്ദി സഹാവേ, നന്ദി.